ഹലോ, എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൻ്റെ പ്രൊമോ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ കല്യാണിയോട് കിരൺ പറയുന്നുണ്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളത് ആരെയും അറിയിക്കരുത്, അത് നീ എങ്ങനെയെങ്കിലും മറച്ചു വെക്കണം, മുഹൂർത്തത്തിൽ കല്യാണവും നടക്കണം, അതിനൊരു മാറ്റവും ഉണ്ടാവരുത്, നിനക്ക് വായി തോന്നുന്ന എന്ത് വേണമെങ്കിലും പറയാം, ഞാനും കുഞ്ഞും എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലെന്ന് പറയുന്നുണ്ട്. അതനുസരിച്ച് കല്യാണി ആരോടും തന്നെ പറയുന്നില്ല കുഞ്ഞിനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയ കാര്യമൊന്നും. അത് കല്യാണിയുടെ മുഖത്തെ ആ ഭയവും എക്സ്പ്രഷനും ഒക്കെ കാണുമ്പോൾ രൂപയും സോണിയും ഒക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും കല്യാണി പറയുന്നത് യാതൊരു പ്രശ്നവും ഇല്ല. കല്യാണി പറയുന്നുണ്ട് മുഹൂർത്തത്തിനുള്ള സമയമായി, നമുക്കെന്തായാലും രജിസ്ട്രാറുടെ മുന്നിൽ എത്താമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടി പോവുകയാണ്. അതേസമയം തന്നെ സോണി നോക്കുകയാണ്, കുഞ്ഞിനെയും കാണുന്നില്ല, ഏട്ടനെയും കാണുന്നില്ല. അപ്പോൾ സോണി ചോദിക്കുകയാണ്, അല്ല ഏട്ടനും കുഞ്ഞും ഇതുവരെ എത്തിയില്ലല്ലോ, അവരെവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണിക്ക് പെട്ടെന്ന് തോന്നിയൊരു നുണ എന്ന് പറയുന്നത് കുഞ്ഞിന് പെട്ടെന്ന് ഛർദിയും അതുപോലെ തന്നെ തലകറക്കവും വന്നിട്ട് ഏട്ടൻ ആശുപത്രിയിൽ ക്ലിനിക്കിൽ കൊണ്ടുപോയിരിക്കുകയാണെന്നാണ്. അങ്ങനെ കല്യാണി ആ ഒരു നുണ ആ സമയത്ത് പറയുകയാണ് കേട്ടോ. പക്ഷേ അത് കേട്ട ഉടനെ തന്നെ സോണി കരയാൻ തുടങ്ങുകയാണ്. അയ്യോ എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി എന്നും പറഞ്ഞിട്ട് സോണി അലമുറിയിട്ട് കരയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല, കുഞ്ഞ് വന്നോളും, ഏട്ടൻ എത്രയും വേഗം കൊണ്ടുവന്നോളും, പക്ഷേ ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുഹൂർത്തത്തിന് തന്നെ കെട്ടിവിടെ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ആൽബിയുടെ അച്ഛനും ഒക്കെ പറയുന്നുണ്ട് അതിനിവിടെ നടക്കുന്നത് രജിസ്റ്റർ മാരേജ് ആണല്ലോ, അതിനൊരു മുഹൂർത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കുഞ്ഞും അതുപോലെ തന്നെ കിരണും എപ്പോഴാണോ വരുന്നത് അപ്പോൾ നമുക്ക് കല്യാണം നടത്തിയാൽ മതി എന്ന് അവർ പറയാണ് കേട്ടോ. നമ്മുടെ കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ കല്യാണി നിൽക്കുകയാണ്. അതേസമയം തന്നെ സേനൻ ചോദിക്കുന്നുണ്ട് കല്യാണിയോട്, മോളെ ഏത് ക്ലിനിക്കിലാണ് അവൻ പോയിരിക്കുന്നത്, അച്ഛൻ ചെന്ന് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇല്ല അച്ഛാ, അത് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, കിരണേട്ടൻ ഇപ്പം തന്നെ വരുമെന്ന് പറയുകയാണ്. അങ്ങനെ സോണിയും രൂപയും എല്ലാവരും വിഷമത്തിൽ തന്നെയാണ്. സോണി ഭയങ്കര കരച്ചിലാണ്. അതേസമയം തന്നെ സോണി കല്യാണിയോട് പറയുകയാണ്, കിരണേട്ടൻ്റെ നമ്പറിലേക്ക് നീ ഒന്ന് വിളിച്ച് നോക്ക് കല്യാണി, എന്തായി എന്നുള്ളത് അറിയാമെന്ന് പറയുകയാണ്. അങ്ങനെ കല്യാണി കിരണിനെ വിളിക്കുന്നു, കിരൺ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കല്യാണി പറയണം അല്ല കിരണേട്ടനെ എടുക്കുന്നില്ല, എന്തെങ്കിലും തിരക്കായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സോണി പറയുക, അപ്പം എൻ്റെ കുഞ്ഞിന് എന്തോ കാര്യമായിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ ഫോൺ എടുക്കാത്തത്, എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണണം, എവിടെ എൻ്റെ കുഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി പിന്നെയും കരയുകയാണ് കേട്ടോ. കല്യാണിയല്ല സോണി പിന്നെയും കരയുകയാണ്. കല്യാണിയാണെങ്കിൽ സോണിയെ ആശ്വസിപ്പിക്കാൻ കല്യാണിയുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഗുണ്ടകൾക്കൊരു തോന്നുകയാണ്, അതായത് കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, അപ്പോൾ ഈ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് അവരതൊന്നും കരുതിയിട്ടില്ല. ഗുണ്ടയിലൊരു ഗുണ്ട പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുകയാണ്. കുഞ്ഞിനെ കൊല്ലാൻ രീതിക്ക് കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുന്ന രീതിക്ക് ഒരു വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനിങ്ങനെ പറയുന്നത് നീ റെക്കോർഡ് ചെയ്യ്, ഈ കുഞ്ഞിനെ മര്യാദക്കല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും, ഈ കല്യാണം നടക്കാതിരുന്നാൽ നിൻ്റെ കുഞ്ഞിനെ നിനക്ക് രക്ഷിക്കാം എന്നും പറഞ്ഞൊരു വീഡിയോയും കൂടെ അവർ റെക്കോർഡ് ചെയ്യുകയാണ്. അതേസമയം തന്നെ അവരെ രാഹുലിനെ വിളിക്കുന്നുണ്ട്. രാഹുലിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല സാറേ കുഞ്ഞിനെ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇനി ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്, പെണ്ണിൻ്റെ ആങ്ങളയ്ക്ക് അയച്ചു കൊടുത്തിട്ട് വലിയ റിയാക്ഷനൊന്നുമില്ല, ഇത് ഞാൻ ആ സോണിക്ക് അയച്ചു കൊടുക്കട്ടെ, ആ പെണ്ണിൻ്റെ നമ്പറും കൂടെ ഇങ്ങോട്ട് സെൻഡ് ചെയ്തേക്കാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകൾ ചോദിക്കേണ്ടി ഈ കുഞ്ഞിനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കട്ടെ, എന്തൊരു ശല്യമാണിത്, എന്തൊരു കരച്ചിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ആൽബിയാണ്, ആൽബിയെ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, കുഞ്ഞിനെ ആൽബിയെ തീർത്തതിന് ശേഷം അതിനെ തിരിച്ചു വിട്ടേക്ക്, അതിനൊന്നും ചെയ്യണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അതേസമയം നമ്മുടെ കിരണിനെ കാണിക്കുകയാണെങ്കിൽ കിരൺ ആകെ കൂടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കുഞ്ഞിനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുഞ്ഞിനെ കണ്ടെത്തിയിട്ടില്ല കിരൺ. അതേസമയം തന്നെ ഈ ഗുണ്ടകൾ നമ്മുടെ സോണിയുടെ നമ്പറിലേക്ക് കുഞ്ഞിൻ്റെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സോണിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് നിൽക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ എനിക്കിപ്പോൾ കാണണം, എൻ്റെ കുഞ്ഞ് വരാതെ ഇവിടെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണി ആകെ കൂടെ കരയാണ്. അതേസമയം തന്നെ ഫോണിൽ വന്ന ഈ മെസ്സേജ് സോണി കാണുകയാണ്. തുറന്നു നോക്കുമ്പോൾ എന്താ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ഗുണ്ടകൾ നിൽക്കുന്നു. അതോടുകൂടി നമ്മുടെ സോണി അങ്ങ് കരയാൻ തുടങ്ങുകയാണ്, എൻ്റെ കുഞ്ഞിന് അസുഖമൊന്നും അല്ല വന്നത്, എൻ്റെ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കാണിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ കല്യാണി പറയാണ്, അതെ ഞാൻ പറയാതിരുന്നതാണ് സോണി, കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ട് പോയതാണ്, അതും തോന്നുന്നത് രാഹുലിൻ്റെ ആൾക്കാർ തന്നെയായിരിക്കുമല്ലോ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. അതേസമയം തന്നെ സോണി ചോദിക്കുകയാണ്, എന്തിനാ നീ എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചത്, അതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പറയാണ്.
കല്യാണി പറയാണ്, ഞാൻ മറച്ചു വെച്ചത് കിരണേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞു, ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് മറച്ചു വെച്ചത്. കിരണേട്ടൻ എന്തായാലും കുഞ്ഞിനെ അന്വേഷിച്ച് പോയിട്ടുണ്ടോ, ഉറപ്പായിട്ടും കുഞ്ഞിനെ കൊണ്ടുവരും കിരണേട്ടൻ, എന്തായാലും ഇവിടെ കല്യാണം നടക്കട്ടെ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ കല്യാണി. അപ്പോഴത്തേക്കും സോണി പറയാണ്, എനിക്കിനി ഒരു കല്യാണം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞിനെ മതി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് സോണി ആൽബിയോട് പറയാണ്, ആൽബിയേട്ട എൻ്റെ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കും എന്ന് പറയാണ്. അപ്പോൾ ആൽബി പറയാണ്, സോണി നിൻ്റെ മാത്രമല്ല അവളും ചാരുമോള്, എൻ്റെയും കൂടെ മോളാണ്. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്യാവുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട് ആൽബി വണ്ടി എടുത്തിട്ട് കുഞ്ഞിനെ അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കിരണിനെ കാണിക്കുകയാണ്. കിരണാണെങ്കിൽ എല്ലായിടത്തും കുഞ്ഞിനെ തപ്പുന്നുണ്ട്, ഇതുവരെ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ കിരൺ പറയാണ്, ഏതവനാണിത് ചെയ്തതെങ്കിലും അവനെ വെട്ടി തുണ്ടോന്നോടെ ഞാൻ ആക്കും, എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയും കണ്ടുപിടിക്കും എന്ന് പറയാണ് കിരൺ. അതേസമയം തന്നെ നമ്മുടെ കല്യാണി പറയാണ്, എന്നാലും കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമേ, കുഞ്ഞിനെ ഇനി തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല, രാഹുലായിരിക്കുമോ അതുപോലെ തന്നെ വിക്രമായിരിക്കുമോ എന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ ഒരു പക്ഷേ വിക്രമാവാനാണ് സാധ്യത, കുഞ്ഞിനെ ആളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ചിന്തിക്കുകയാണ് വിക്രമായിരിക്കുമല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം നമ്മുടെ രൂപ പറയാണ്, അല്ല വിക്രത്തിന് അറിയില്ലല്ലോ ഇന്നിവിടെ ഇങ്ങനെ കല്യാണം നടക്കുന്ന കാര്യം. അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയാണ്, അത് ചിലപ്പോൾ ഒരു പക്ഷേ രാഹുൽ അവരും സരിയും ഒക്കെ പറഞ്ഞു കൊടുത്തതായിരിക്കുള്ളൂ ഇന്നിവിടെ കല്യാണം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവനുണ്ടാക്കിയ പ്ലാൻ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അവർ രാഹുലാണോ വിക്രമാണോ ആരാണെന്നുള്ളത് ഒരു പിടി കിട്ടാതെ അവരിങ്ങനെ നിൽക്കുകയാണ്. വേഗം തന്നെ കല്യാണി പറയണേ, ഞാനിങ്ങനെ നിന്നാൽ ശരിയാവില്ല, ഞാനും കുഞ്ഞിനെ അന്വേഷിച്ച് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയും അന്വേഷിച്ച് പോവാണ്. അതോടൊപ്പം തന്നെ സേനനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൽബിയുടെ അച്ഛനും എല്ലാവരും കുഞ്ഞിനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലേക്ക് പോവാണ്. അതേസമയം തന്നെ സോണി ആകെ കൂടെ ഡൗൺ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സോണി പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം, എൻ്റെ കുഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല അമ്മയെന്ന് പറയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറായത് ആൽബിയേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, ആൽബിയേട്ടൻ എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ കണക്കാക്കുന്നത് പോലെയാണ് കണക്കാക്കുന്നത്, ആ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വിവാഹം കഴിക്കാൻ തയ്യാറായത്, എൻ്റെ കുഞ്ഞിനെ തള്ളിപ്പറഞ്ഞ് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കാൻ തയ്യാറാവില്ലായിരുന്നു എന്ന് നമ്മുടെ സോണി പറയാണ്. അടുത്ത സീനിൽ രാഹുലിനെ കാണിക്കുകയാണ്. രാഹുലാണെങ്കിൽ ഭയങ്കര ചിരി. അപ്പോൾ ഈ ചിരി കണ്ടുകൊണ്ട് സരയു പറയുകയാണ്. അപ്പോൾ സരയു വരാണ്. അപ്പോഴത്തേക്കും മനോഹർ സരയുയോട് പറയുകയാണ്, നിൻ്റെ അച്ഛൻ ചിരിക്കുന്നത് കണ്ടില്ലേ, എന്തോ അയാൾക്ക് പിന്നെയും വട്ടായെന്നാണ് തോന്നുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ സരയു വേഗം ചെന്ന് അച്ഛൻ്റെ അടുത്തോട്ട് ചെന്ന് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചിരി വന്നിട്ടാണ് ഞാൻ ചിരിക്കുന്നതെന്ന് രാഹുൽ പറയുകയാണ്. അപ്പോഴത്തേക്ക് സരയു പറയണം, അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാരണം ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ ഭയങ്കര പേടിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും രാഹുൽ പറയണമെങ്കിൽ പിന്നെ പേടിയുണ്ടെങ്കിൽ നീ നിൻ്റെ കെട്ടിയവനെ വിളിച്ച് ഇറങ്ങിപ്പോയിക്കോളാൻ പറയാണ് കേട്ടോ. അപ്പോൾ സരയു ചോദിക്കുകയാണ്, അത് ശരി, അപ്പോൾ ഞങ്ങളോട് ഇപ്പോൾ അച്ഛന് സ്നേഹമൊന്നും ഇല്ലേ, ഞങ്ങളിപ്പോൾ വേണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രാഹുൽ പറയാൻ, വേണമായിരുന്നു, പക്ഷേ ഇപ്പം നിനക്ക് എന്നോടൊരു സ്നേഹമില്ല, അതുകൊണ്ട് തന്നെ നിന്നെ ഞാനും സ്നേഹിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം കേട്ടോ. അതേസമയം തന്നെ മനോഹർ വന്നിട്ട് സരയുവിനോട് രാഹുലിനോട് പറയാണ്, അച്ഛൻ വേഗം റെഡിയായി, അച്ഛൻ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്, നമുക്കിതേ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മനോഹരനെ നോക്കിയിട്ട് രാഹുൽ പറയാണ്, നീ നിൻ്റെ കാര്യം നോക്കടാ, നീ എൻ്റെ പിന്നാലെ നടക്കണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മനോഹർ പിന്നെയും പറയാണ്, അച്ഛൻ്റെ ഈ ഒരു സ്വഭാവം കാരണം എന്തോരം സരയും അമ്മയൊക്കെ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ, എന്തായാലും അച്ഛൻ ആശുപത്രിയിലേക്ക് വാ, ഞാൻ എന്തായാലും അച്ഛൻ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാട്ടി ഓടിക്കുകയാണ് കേട്ടോ. അങ്ങനെ സരയു പറയാണ്, മനോഹരേട്ടാ നിങ്ങളൊന്നും പറയണ്ട, കുറേ കഴിയുമ്പോൾ ആരും ഇല്ലാതെയായി കഴിയുമ്പോൾ അച്ഛൻ പഠിച്ചോളും, അപ്പോൾ അച്ഛൻ ആരും ഇല്ലാതെ സ്വയം അങ്ങ് മരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സരയു അങ്ങ് കയറി പോവാണ് കേട്ടോ. അതേസമയം തന്നെ മനോഹർ പറയാണ്, അതെ നിങ്ങൾ ചിരിക്കുമ്പോൾ കാര്യം എന്താണെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് ചിരിക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും രാഹുൽ പറയാണ് കേട്ടോ, നീ ഇപ്പം എന്നെ ഭ്രാന്തനാക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മനോഹർ പറയാണ്, ഞാനെന്തിനാണ് ഭ്രാന്തനാക്കുന്നത്, നിങ്ങൾ സ്വയം ഭ്രാന്തനായി കഴിഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു പെരുമാറ്റമൊക്കെ കണ്ട് എല്ലാവരും വിശ്വസിച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്താണെന്ന്. അപ്പോഴത്തേക്കും രാഹുൽ പറയാണ്, അതേടാ എനിക്ക് ഭ്രാന്ത് തന്നെയാണ്, പക്ഷേ നിൻ്റെ മുഖംമൂടി ഞാൻ വലിച്ചു കീറിയിരിക്കും, നീ ആരാണെന്നും നീ ക്രിമിനൽ ആണെന്നുള്ള കാര്യം ഞാൻ എൻ്റെ മോളെ അറിയിച്ചിരിക്കും, പിന്നെ നിന്നെ ഞാൻ കൊന്നിട്ട് നിൻ്റെ ശവത്തിൻ്റെ മുന്നിലിരുന്ന് ഞാൻ ചിരിക്കും, അന്ന് എൻ്റെ മോളെ എന്നെ വെറുത്താലും എനിക്ക് കുഴപ്പമില്ല, അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കും നീ ആരാണെന്നുള്ള സത്യം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മനോഹർ പറയാണ്, ഞാൻ ആരാണെന്നുള്ള സത്യം നിങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കുറേ കള്ളക്കളികൾ എനിക്കും അറിയാം, അതും ഞാൻ പറയും, അത് ആൻറ്റിയൊക്കെ ആരാണെന്നുള്ളത് ഞാനിവിടെ എല്ലാവരോടും പറയട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാഹുലിനൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. എന്തായാലും മനോഹർ അവിടെ നിന്ന് പോവാണ്.
അപ്പോൾ രാഹുൽ പിന്നെയും ചിരിക്കുകയാണ്, സന്തോഷമായി. കാരണം എന്താണ്, നമ്മുടെ സോണിയുടെ വിവാഹം എന്തായാലും മുടങ്ങിയിട്ടുണ്ട്, അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇനി എങ്ങനെയെങ്കിലും ആൽബിയെ ഇല്ലാതാക്കണം, അതാണ് അയാളുടെ മനസ്സിലൂടെ ഇപ്പോൾ ഓടുന്നത്. അതേസമയം തന്നെ രാഹുലിനെ മനോഹർ ശ്രദ്ധിക്കുകയാണ്, ഇയാൾ എന്തോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഇനി എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ടാണോ ഇയാൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്, എന്തായാലും ഇവിടെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് മനോഹർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതേസമയം തന്നെ രാഹുലിൻ്റെ ഫോണിലേക്ക് ആ ഗുണ്ടകൾ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗുണ്ടകളുടെ ഫോൺ വന്നതും രാഹുൽ വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗുണ്ടകൾ പറയാണ്, ഇവിടെ എല്ലാം ഓക്കെയാണ് സാർ, കല്യാണം മുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്, കാരണം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച സമയത്ത് അവിടെ കൂട്ടക്കരച്ചിലാണ് കേട്ടത്, കല്യാണം എന്തായാലും ഇപ്പോൾ നടന്നിട്ടില്ല, ഇവിടെ എല്ലാം സെറ്റാണ് എന്ന് പറയാണ് കേട്ടോ. എന്തായാലും ഗുണ്ടകൾ സന്തോഷത്തോടുകൂടി അവിടെ ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കിരൺ ആദ്യം വന്നെത്തുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ആൽബിയും ചന്ദ്രസേനും എല്ലാവരും വരികയാണ്. എല്ലാവരും കൂടെ വന്ന് കിരൺ ഈ ഗുണ്ടകളെയൊക്കെ പഞ്ഞിക്കിടുകയാണ്. പഞ്ഞിക്കിട്ടിട്ട് കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് കിരൺ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ സേനൻ പറയുകയാണ്, നിന്നോടൊക്കെ പല തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കയറി കളിക്കരുതെന്ന്. എന്നിട്ട് നീ പിന്നീട് ഇങ്ങോട്ട് വന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട് അവനെ അടിച്ച് താവിട് പൊടിയാക്കിയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്നെ ആരാണോ പറഞ്ഞു വിട്ടത് അവരോട് ചെന്ന് പറഞ്ഞേക്കുക, ഇനി ആരെയൊക്കെ പറഞ്ഞു വിട്ടാലോ അവൻ്റെയൊക്കെ വിധി ഇത് തന്നെ ആയിരിക്കുള്ളൂ, കുഞ്ഞിനെ എടുത്തിട്ട് പോയേക്കുന്നോ എന്നൊക്കെ ചോദിച്ച് പിന്നെ ഇടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സോണിയെ വിളിച്ച് കാര്യം അറിയിക്കുകയാണ്, കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്, കുഞ്ഞുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. സോണിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ സമാധാനം കിട്ടുകയാണ് കേട്ടോ. എന്തോ ഒരു വലിയ ഒരു കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ പെയ്തൊഴിഞ്ഞ ഒരവസ്ഥയിലേക്കാണ് സോണി വന്നെത്തുന്നത്. അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആപത്തെന്ന് കേൾക്കുമ്പോൾ നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. അതേസമയം നമ്മളുടെ മക്കൾ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നറിയുമ്പോൾ ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കൂടെ പറ്റില്ല, അത് മറ്റൊരമ്മയ്ക്ക് മാത്രമാണ് അത് മനസ്സിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും സോണിയും ആശ്വാസത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ കല്യാണം മുഹൂർത്ത സമയത്ത് തന്നെ നടത്തും, ചാരുമോൾ വളരെ സേഫായിട്ട് അവരുടെ കൈകളിൽ തന്നെ എത്തും എന്നുള്ളതാണ്. എന്തായാലും പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നന്മയ്ക്ക് വിജയം എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ മറ്റൊരു സീരിയലിൻ്റെ എപ്പിസോഡുമായിട്ട് വരാം കേട്ടോ.